ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇന്നിപ്പം അവധി ദിവസമാണ്. ഇപ്പം ഉച്ചയാവുന്ന ഞങ്ങളൊന്ന് നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള സൂ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഏകദേശം 10-15 വർഷമായി ഈ സൂ ഒന്ന് കയറി കണ്ടിട്ട്. അതിന് മുന്നേ എനിക്ക് തോന്നുന്നത് ശ്വേത സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ലാസ്റ്റ് പോയി കണ്ടത്. അതിനുശേഷം ശ്വേത എപ്പോഴും ഒരു പ്രാവശ്യം ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ മിക്ക ദിവസവും പോകാറുണ്ട്. പക്ഷെ പോകുന്ന സമയത്ത് അവിടെ നിറയെ ടൂറിസ്റ്റുകൾ വന്നിങ്ങനെ ഇറങ്ങുന്നത് കാണാം. അപ്പം ഞാൻ ഇടയ്ക്കിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് എന്താണ്, ഇവിടെ എന്തെങ്കിലും പ്രത്യേകത വല്ലതും ഉണ്ടോ? അപ്പം അതൊന്ന് നേരിട്ട് പോയി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ട്രിവാൻഡ്രം സൂ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അത് തന്നെയാണ്. കാര്യം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൂ കോംപ്ലക്സിൽ എത്താൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ 55 ഏക്കറുണ്ട്. ഇതിനകത്ത് സൂ, മ്യൂസിയം, ആർട്ട് ഗാലറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സൂ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതിരുന്നാൾ രാമവർമ്മ തിരുമനസ്, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൂ തുടങ്ങുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ അനിമൽസിനെയൊക്കെ വളർത്തുന്നത്. അപ്പം ഇങ്ങനെ ഒരു സൂ എന്നൊരു കൺസെപ്റ്റ് 1830 അദ്ദേഹം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. നിർഭാഗ്യവശാൽ സ്വാതിരുന്നാൾ തിരുമനസിന് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസാണ് 1857 ഇവിടെ ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1859 ഇവിടെ ഒരു സൂവും പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ ഇന്ന് കാണുന്ന ഈ ഒരു കോംപ്ലക്സ് ശരിക്കും പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ തിരുമനസാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങളിതിപ്പോൾ ഒരു സൺഡേ ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് സമയമാണെന്നുണ്ടെങ്കിലും നല്ല റഷുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. ഇവിടെ ടിക്കറ്റ് ചാർജ് ഞാൻ നോക്കിയപ്പം അഡൽട്ടിന് 60 രൂപയും 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 20 രൂപയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറാനായിട്ടുള്ള തിരക്ക് കണ്ടോ. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവർ നമ്മളുടെ ബാഗ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അതിനകത്ത് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടി കിടക്കുന്നുണ്ടോ. ഇതൊരു 14 സീറ്റർ വണ്ടിയുണ്ട്, അതുപോലെ 8 സീറ്റർ വണ്ടിയുണ്ട്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പേടിക്കണ്ട, നമുക്ക് ഈ വണ്ടിയുടെ സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ സൂവിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് സൂവിലെ കാഴ്ചകൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഓരോ അനിമൽസിൻ്റെയും ബോർഡ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ തന്നെ അത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്. ഇതിനകത്ത് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ അനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കണ്ട് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. മുതിർന്നവരെക്കാളും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെയാണ് ഇവിടെ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇതിൽ താല്പര്യമുള്ളവർ ഈ ഓരോ അനിമൽസിൻ്റെയും അതിൻ്റെ ഓരോ രീതികളും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവർക്ക് പോകാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലേ. നമ്മളുടെ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടി പോകുന്നത് കണ്ടോ. അപ്പോൾ കൂടുതലും സ്കൂളിൽ നിന്നുള്ള ഒരുപാട് ബാച്ചായിട്ടുള്ള കുട്ടികളൊക്കെ ഇതിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നതിൽ നിന്നും എനിക്ക് വ്യത്യാസം തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം ഈ മൃഗങ്ങളെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി വിട്ടേക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അത് വനത്തിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീല് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പണ്ട് ഞാൻ വരുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളെയും ഓരോ കൂടുകളിൽ ഇങ്ങനെ അടച്ചിട്ടേക്കുക. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അതൊരു വിമ്മിഷ്ടമാണ്. ഇപ്പം എന്തായാലും അതൊക്കെ മാറി. പല വിദേശ രാജ്യങ്ങളിലും അങ്ങനെയാണല്ലോ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ബേർഡ്സിൻ്റെ സെക്ഷൻ വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ പഴയ ആ സമ്പ്രദായം തന്നെയാണ് ഇവിടെ. ഇങ്ങനെ വയർമെഷൊക്കെ അടിച്ചിട്ട് ചെറിയ ചെറിയ കൂടുകളിനകത്ത് ഇങ്ങനെ കിളികളെയൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പല വിദേശ രാജ്യങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും. അവിടത്തെയൊക്കെ ആ ഒരു സൂവിൽ പോയി കഴിഞ്ഞാൽ ബേർഡ്സിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കാനും വേണ്ടിയുള്ളൊരു സ്പേസ് കൊടുക്കാറുണ്ട്. ഇവിടെ പക്ഷേ അത് കാണുന്നില്ല. അനിമൽസിൻ്റെ ആ ഒരു സെക്ഷനിൽ ഞാനത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ സൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നുണ്ട് ഇവിടെ നല്ല റെനോവേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഈ ബേർഡ്സ് ആൻഡ് ആനിമൽസ് എല്ലാത്തിനെയും ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള കൂടുകളൊക്കെ പണിയും എന്നാണ്.
പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെ ഈ ബേർഡ്സിനെയൊക്കെ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് കാണാനും ബുദ്ധിമുട്ടാണ്, അവയ്ക്ക് അതിനകത്ത് പറന്ന് നടക്കാനായിട്ടുള്ള സ്പേസും ഇല്ല. അവരുടെ ആ ഒരു നാച്ചുറലായിട്ട് അവർക്ക് പറക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നില്ല. അത് ശരിക്കും മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണല്ലേ. കണ്ടോ ഈ ബേർഡ്സൊക്കെ കണ്ടോ, എന്ത് കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സാന്ന് നോക്കിയേ. നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇതിലും ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഈ വയർ മെഷീൻ അകത്തുകൂടെ കാണുന്നതുകൊണ്ടാണ്. ക്യാമറയിൽ അത്രത്തോളം പോലും എനിക്ക് ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. ഇതിപ്പം നല്ല സമ്മർ ടൈം ആണെങ്കിലുമേ ഇതിനകത്ത് നിറയെ മരങ്ങളാണ് നിൽക്കുന്നത്. ഒരു ഫോറസ്റ്റിനകത്ത് കയറിയ ഫീല് തന്നെയാണ്. ഭയങ്കര ഗ്രീനറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തളർച്ച തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും കുടിക്കാനായിട്ടുള്ള വെള്ളം നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ തന്നെ കൊണ്ടുവരിക. മിനറൽ വാട്ടർ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അകത്തോട്ട് കയറ്റി വിടത്തില്ല. പക്ഷേ വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനകത്ത് വാട്ടർ അവൈലബിൾ എന്നൊക്കെ പല സ്ഥലത്തും കാണിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ പലതിനകത്തും വെള്ളമൊന്നും വരുന്നില്ല. ഇപ്പോൾ വീണ്ടും ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതും കേജ് പണിഞ്ഞേക്കുവാണ്, പക്ഷേ വളരെ വിശാലമായിട്ടുള്ള രീതിയിലാണ് പണിഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് പല വിദേശ രാജ്യങ്ങളിലും ചെയ്യുന്നത്. അപ്പം അതിന് അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് പറന്ന് നടക്കാനും സാധിക്കും, നമുക്കും നല്ല ക്ലിയർ ആയിട്ട് ഇതിനെ കാണാനും ഒക്കെ സാധിക്കും. കണ്ടോ, അവർക്കും ഒരു ഫീൽ ഉണ്ടാവും അവരിങ്ങനെ നല്ല ഇതായിട്ട് പറന്ന് നടക്കുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ വേണം കേജസ് ചെയ്യാനായിട്ട്. ഇവർ മറ്റേ കേജസും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ ആക്കണം. ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത് സൂപ്പർ ആയിട്ടില്ലേ. ശരിക്കും ആ ഒരു ഫോറസ്റ്റ് ഫീൽ വരത്തക്ക രീതിയിലാണ് ഈ കേജ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് കാണാനും വളരെ എളുപ്പമാണ്. കാര്യം ഒരു സൈഡ് കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ടേക്കുവാണ്. നമ്മൾ നിന്ന് വ്യൂ ചെയ്യുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. ഹനുമാൻ കുരങ്ങെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വലിയൊരു ഏരിയയുമുണ്ട്. പക്ഷെ കുറേ നേരം ഞാൻ നിന്നിട്ടും ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കുമല്ലേ, അതൊക്കെ ഏതെങ്കിലും മരത്തിരുന്ന് ഉറങ്ങുമായിരിക്കും. തണൽ മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടോ. നടന്ന് തളർന്നു കഴിയുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് വളരെ സൗകര്യമാണ് ഇവിടെ. പക്ഷികളുമൊക്കെ ഉച്ച നേരം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉറക്കം പിടിച്ചിരിക്കുവാണ്. ഇത് പകുതി ഗ്ലാസും പകുതി വയർ മെഷും ഒക്കെ അടിച്ചിട്ട് ആ രീതിയിലാണ് ഈ കേജ് ഒക്കെ ചെയ്തേക്കുന്നത്. ആ ഒരു ആമ കണ്ടോ, ഒരു പ്രത്യേകതരം ഡിസൈൻ ആണല്ലേ. അപ്പോൾ വീണ്ടും അനിമൽസിന്റെ സെക്ഷൻ വരികയാണ്. അപ്പോൾ അനിമൽസിന്റെ സെക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി വിട്ടേക്കുകയാണ്. അവിടെ ഒരു വലിയ കരടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ആൾക്കാരെല്ലാം എത്ര നേരമായിട്ട് അതിനെ വിളിക്കുന്നതെന്ന് അറിയാം, അത് അനക്കമില്ല. പക്ഷെ വേറൊരാൾ ഇവിടെ ഇങ്ങനെ ഉഷാറായിട്ട് നടപ്പുണ്ട്. കണ്ടോ, അവൻ ഭയങ്കര ചാടി നടക്കുകയാണ്. ഇവിടെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മഴ ഫീലിംഗ് കിട്ടും. അതൊക്കെ കൊള്ളാം, നല്ല രീതിയിലാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം നല്ല ഒരു കൂളിംഗ് എഫക്റ്റും ഇവിടെ ഉണ്ട്. നമുക്കും ഒരു ചെറുതായിട്ടൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ ഓരോ അനിമൽസിനെ കുറിച്ചും ഇങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഗൂഗിളിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും കുട്ടികളെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അവരിത് വായിച്ചിട്ട് ഡയറക്റ്റ് അവർ കാണുകയാണ് ഈ അനിമൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അവരത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സ്കൂളിൽ നിന്നുമൊക്കെ ഒരുപാട് എക്സ്കർഷൻ ഇതുപോലെ സൂവിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ വീണ്ടും ബേർഡ്സിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇതിങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും പുതിയ രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ആ ഒരു കേജാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ഗ്ലാസും ബാക്കിയെല്ലാം വയർ മെഷും. നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു ഏരിയ. ഇവിടെയും ഇങ്ങനെ ഫോറസ്റ്റ് ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ അതിനകത്ത് വീഴുന്നുണ്ട്. അപ്പം പക്ഷികൾക്കൊക്കെ നല്ല സുഖമായിട്ട് അതിനകത്ത് പറന്ന് നടക്കാനായിട്ടുള്ള സ്പേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തേക്കുന്നത്. തേൻ കരടി എന്നാണ് കേട്ടോ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്. ഈ കരടിയുടെ ലക്ഷണം കണ്ടിട്ട് ഇവൻ തേനൊക്കെ കുടിച്ച് നല്ല കിറുങ്ങിയിരിക്കുന്ന പോലെയുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ആലസ്യം. നോക്കി, ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കംഫർട്ട് കേട്ടോ. ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുകയാണ് ബാംബു മരങ്ങൾ. കണ്ടോ, അപ്പോൾ വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ വെയിലടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖകരമായിട്ട് നടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. നല്ല തണലാണ്. അങ്ങനെ അവസാനം നമ്മൾ കാട്ടിലെ രാജാവിൻ്റെ അടുത്ത് എത്തി. കണ്ടോ, ഒരു സിംഹം ഇരിക്കുന്ന കണ്ടോ.
അവന് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ച് ആ തണലും പിടിച്ച് ഒരു പാറയുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തല മാത്രമേ നമുക്ക് കാണാനായിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല പൊക്കി നോക്കുന്നുണ്ട്. എന്തൊരു പ്രൗഢിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ അതിനെ കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലേ ഈ മൃഗങ്ങളും പക്ഷികളും കൂടാതെ നിറയെ മരങ്ങളും ചെടികളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ മരങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എമുവിനെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ കാണാൻ സാധിക്കും. കണ്ടോ, അത് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന നോക്കിയേ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓസ്ട്രിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പക്ഷിയാണ്. ഇതൊരു പക്ഷിയാണെങ്കിലും പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് പറക്കുകയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാം. ഒരെണ്ണമല്ല, എത്ര എണ്ണം നിരന്നിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതെന്ന് കണ്ടോ. എല്ലാം ഈ ചൂട് സമയം ആയതുകൊണ്ടായിരിക്കാം വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആൾക്കാരെല്ലാം കുറേ നേരമായിട്ട് ഇവിടെ എന്താ നോക്കി നിൽക്കുന്നതെന്നറിയോ? ഇതിനകത്ത് ഒരു ഹിപ്പോ കുഞ്ഞുണ്ട്, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ഹിപ്പോ കുഞ്ഞ്. ഞങ്ങൾ കുറേ നേരം നിന്നിട്ടും അതിനെ കാണാൻ സാധിച്ചില്ല കേട്ടോ. അത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റൈനോസറസ് അല്ലെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ ഏരിയ. കുറേ സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഒറ്റ ഒരെണ്ണത്തിനെ പോലും കാണാൻ സാധിച്ചില്ല. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാം ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണെന്നാണ്. അപ്പം നമ്മൾ ഈ സൂവിലൊക്കെ വരുമ്പം ഉള്ള ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അനിമൽസിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. എസ്പെഷ്യലി നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ കഴിയുന്നതും ഫീഡിങ് ടൈം അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ അനിമൽസിനെ നല്ല ലൈവ്ലി ആയിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ കണ്ടെടുത്തോളം എല്ലാ മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളും ഇങ്ങനെ ഉറക്കം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കാണാൻ പോലും കിട്ടാത്ത രീതിയിൽ. അപ്പോൾ അത് നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും നമുക്ക് അനിമൽസിനെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നാൽ ചില അനിമൽസൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുന്നതേ കാണാൻ സാധിക്കുള്ളൂ. അത് നമ്മളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ഇവർ രണ്ടുപേരും ഇവിടെ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നവരാണ് കേട്ടോ. ഇവരാണ് ആക്ച്വലി എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ കുഞ്ഞുണ്ടെന്നും കുറച്ചു നേരം നിന്നാൽ ചിലപ്പോൾ കാണാൻ സാധിക്കുമെന്നൊക്കെ. പന്നിമാൻ അല്ലെങ്കിൽ ഹോഗ് ഡിയർ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഒരു സ്പീഷീസ് മാത്രമല്ല, മാനിന്റെ പല ടൈപ്പ് ഓഫ് സ്പീഷീസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മാനിന് ഇത്രയും വെറൈറ്റി ഉണ്ടെന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പണ്ട് പല ടൈപ്പ് മാനുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ ടൈപ്പിനെയും കൂടെ നമുക്കിവിടെ ഒന്നിച്ച് കാണാൻ സാധിക്കും. ഒരു മാൻകുട്ടി ഇതേ ഇവിടെ ഈ കിടങ്ങിനകത്ത് വീണ് കിടക്കുന്നുണ്ടോ. ഇത് നമ്മൾ നോർമലി കാണുന്ന പുള്ളിമാനാണ്. സാധാരണ നമ്മൾ കാണുന്ന എല്ലായിടത്തും പോയാൽ കാണുന്നത് ഈ പുള്ളിമാനിനെയാണ്. ഇവിടെ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഈ മാനുകൾ തന്നെയാണ്. എന്തും വേണ്ടിയാണ് നടക്കുന്നതെന്ന് കണ്ടോ. പക്ഷേ ഈ പുള്ളിമാനിൽ കൊമ്പുള്ള മാനിനെ ഒന്നും കാണാനില്ല. രണ്ട് കാട്ടുപോത്ത് ഇങ്ങനെ കൊമ്പ് കോർക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അതിൻ്റെ ആ ഒരു നിപ്പ് കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ടല്ലേ. എന്ത് പവർഫുൾ, എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനിമലാണെന്നറിയോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് ബാഹുബലി സിനിമയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത്രയും സമയം നടന്നതിന് ശേഷം ഇപ്പോഴാണ് നമുക്കിവിടെ ഒരു കോഫി ഷോപ്പ് കാണാൻ സാധിച്ചത്. അവിടെ ടീ, കോഫി, സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതുപോലെ കുറേ കൂടെ ഔട്ട്ലെറ്റ്സ് ഇടേണ്ടതാണ്. ഇതിനകത്തിപ്പം ആകെ ഈ ഒരെണ്ണമേ ഞാൻ കണ്ടോളൂ. അപ്പോൾ ഇനി വൈൽഡായിട്ടുള്ള അനിമൽസ് ആണെന്ന് തോന്നുന്നു. ദേ ഒരു പുള്ളിപ്പുലി കിടക്കുന്നത് കണ്ടോ. അതിനും നനയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷവർ സിസ്റ്റം ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിട്ട് തന്നെ അതിഭീകരമായിട്ടിരിക്കുന്നല്ലേ. നോക്കിയേ, ശരിക്കും എന്ത് വൈൽഡായിട്ടുള്ളൊരു അനിമലാണെന്നറിയോ. വേറെ ഒരു പുള്ളിപ്പുലി ദേ ഇവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം നമ്മളുടെ കാട്ടിലെ രാജാവ് സിംഹം ആണെങ്കിലും ഇവൻ്റെ ആ ഒരു നടത്തം നോക്കിയേ, ആ ഒരു പ്രൗഢി നോക്കിയേ. വെറുതെ അല്ല ഈ പുലി നമ്മളുടെ നാഷണൽ അനിമലായിട്ട് മാറിയത് അല്ലേ. ശരിക്കും അവൻ്റെ ആ ഒരു നടത്ത കണ്ടോ, എന്ത് മെജസ്റ്റിക്കാന്ന് നോക്കി. ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ കണ്ടില്ലേ, മസിൽസൊക്കെ ഇരിക്കുന്ന നോക്കി, എന്ത് സ്ട്രോങ് ആണെന്ന് കണ്ടോ. ശരിക്കും ഇത്രയും വൈൽഡും ഇത്രയും ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു അനിമൽ വേറെ കാണത്തില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ഡിസ്കവറി ചാനലും അതുപോലെയുള്ള ചില ചാനൽസിലൊക്കെ ഈ ടൈഗർ ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് അതിൻ്റെ ഇരകൾ വരുമ്പം ചാടി വീണ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്ത് സ്പീഡിലാണ് അന്നേരം അത് മൂവ് ചെയ്യുന്നതെന്ന് കാണണം. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടിനകത്തൊക്കെ ആയതുകൊണ്ടല്ലേ ഇതിങ്ങനെ പാവം പോലെ നടക്കുന്നതല്ലേ.
ഈ സൂവിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് കേജസ് ചെയ്തേക്കുന്നത് ഞാൻ വേറെ എങ്ങും കണ്ടില്ല കേട്ടോ. ഈ പുലികൾ ഇത്രയും പവർഫുൾ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു എക്സ്ട്രാ പ്രിക്കോഷനോട് കൂടി ഇങ്ങനെ കേജസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദേ സൂ ഞങ്ങൾ ഓൾമോസ്റ്റ് കണ്ട് തീരാറായപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു മഴ അങ്ങ് പെയ്ത്, ഏകദേശം 1/2 മണിക്കൂർ നല്ല സൂപ്പറായിട്ട് പെയ്ത്. ഈ ഒരു മഴ ഇപ്പോൾ പെയ്തത് എന്തായാലും നന്നായി. കാര്യം ഞങ്ങൾ ഇത്രയും ദൂരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നു. മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക്, അതും ഈ ഉച്ച നേരത്ത് നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ടയേർഡാവും. അപ്പോൾ ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ഒരു കൂളിംഗ് ആയി കഴിഞ്ഞ് നല്ലൊരു കൂളിംഗ് എഫക്റ്റായി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ ഒന്ന് നടന്ന് കാണാം. ഇങ്ങോട്ടും കുറേ ഇങ്ങനെ ബേർഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതും അത്ര വലിയ കേജസ് ഒന്നും അല്ല ചെയ്തേക്കുന്നത്. കണ്ടോ, എനിക്കൊരു യോജിപ്പില്ല. നമുക്ക് ബേർഡ്സിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പോർക്യുപൈൻ അഥവാ മുള്ളംപന്നി കണ്ടോ, അത് കിടക്കുന്നത് കണ്ടോ. ചെറിയ ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഇതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് കംപ്ലീറ്റ് ഇങ്ങനെ മുള്ളു പോലെയുള്ള ഐറ്റമാണ്. അത് വെച്ചിട്ട് അത് നമ്മളെ അറ്റാക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതാണെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ കയറി പോകുന്ന ഈ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ, ഈ പാസേജ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സമയം ശരിയല്ലാന്ന് തോന്നുന്നു. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഒറ്റ ബട്ടർഫ്ലൈയെ പോലും കാണാൻ സാധിച്ചില്ല. ചിലപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഓസ്ട്രിച്ച് നിൽക്കുന്നുണ്ടോ. ഇവിടെയും വയർമെഷ് ഇട്ടേക്കുന്നുണ്ട്. ക്ലാരിറ്റി അധികം ഇല്ല, അതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഗതിയാണ് ഈ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഇഴജന്തുക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോ അത്ര കാര്യമായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. മാത്രവുമല്ല, ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അങ്ങനെ പെർമിറ്റഡ് അല്ല എന്നൊരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാരും എല്ലാം ഷൂട്ട് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും അധികം നേരം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എനിക്കിതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷനാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ആനക്കോണ്ട ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ റെപ്റ്റൈൽ സെഷനിലോട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ആനക്കോണ്ടയെ കാണണമെന്നുണ്ടെങ്കിൽ ആമസോൺ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവീസൊക്കെ കാണണം. അപ്പോൾ ഇവിടെ ഇത്രയും സൗകര്യപ്രദമായിട്ട് അതിനെ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കണ്ടു കളയാമെന്ന് വെച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എന്തൊരു ഭീകര ഐറ്റം ആണെന്നുള്ളത്. ഏതായാലും ആനക്കോണ്ടയുടെ തൊട്ടടുത്ത് തന്നെ അടുത്ത ഒരു ഭീകര ഐറ്റം കിടക്കുന്നുണ്ടോ, രാജവെമ്പാല, കിങ് കോബ്ര. അതിൻ്റെ ആ കളറും ആ കിടപ്പും ഒക്കെ ഒന്ന് നോക്കിയേ. അതിങ്ങനെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ഭീകര ലുക്ക് ഉണ്ടായേനെ. എന്തായാലും ഞാൻ അതിനു വേണ്ടിയിട്ട് അധികം മെനക്കെട്ടൊന്നുമില്ല, ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ഇതിനകത്ത് നടന്നതിന് ശേഷം നമ്മൾ സൂ എല്ലാം കണ്ടു തീർത്ത് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരികയാണ്. സൂവിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് ശ്രീ രാജാ രവിവർമ്മയുടെ ആർട്ട് ഗാലറി കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ മറ്റ് കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല, എക്സ്ക്ലൂസീവായിട്ട് ഈ സൂ മാത്രമായിട്ട് കാണാൻ വന്നതാണ്. മറ്റു കാഴ്ചകൾ ഞാൻ മറ്റൊരവസരത്തിൽ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ട്രിവാൻഡ്രം സൂവിന്റെ കാഴ്ചകൾ? ഞങ്ങൾ മിക്സഡ് ഫീലിങ്സുമായിട്ടാണ് വന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല, ഞാൻ 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ സൂവിൽ ചെല്ലുമ്പോൾ അവിടെ തീർത്തും പരിതാപകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫാർ ബെറ്റർ ആണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇതിനകത്ത് ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. കാര്യം നമ്മളിപ്പം മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് സൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഒരു രീതി വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച്, ഒന്നാമത്തെ കാര്യം വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് വൃത്തിക്കുറവുണ്ട്. അതുപോലെ ഇവിടുത്തെ ടോയ്ലറ്റ്സ് അത് പ്രോപ്പർലി അത് മെയിൻറ്റെയിൻഡ് അല്ല. അപ്പം ഞാനൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊട്ടും മെയിൻറ്റെയിൻഡ് അല്ലായിരുന്നു. പിന്നെ കണ്ട ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് കുടിവെള്ളത്തിന്റെ ആ ഒരു ക്ഷാമമാണ്. ഡ്രിങ്കിങ് വാട്ടറിന്റെ മറ്റേ പ്യൂരിഫയർ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് നിന്ന് പല സ്ഥലങ്ങളിലും വെള്ളം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കഫറ്റേറിയ മാത്രമാണ് ഉള്ളത്. ഇത്രയും സൂവിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ നടന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതും ഏകദേശം തീരാറാവുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടോളൂ. വേറെ കൗണ്ടർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ നടന്ന വഴിയിൽ ആകെ ഒരൊറ്റ കൗണ്ടർ മാത്രമേ കണ്ടോളൂ. അവിടെയാണെങ്കിൽ ഭയങ്കര റഷുമാണ്.
കിട്ടിയ ഫുഡൊക്കെ അവിടെ നല്ലതാണ്, സ്നാക്സ് ഒക്കെ ഉണ്ട്, അവിടെ എല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അനിമൽസിനെ പരിപാലിക്കുന്നത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഇതിനെ നല്ലൊരു സൂ ആക്കി മാറ്റാൻ സാധിക്കും. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറെ അനിമൽസിനെയൊക്കെ കാണാൻ സാധിച്ചു. കുട്ടികളുമായിട്ടൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യും. ചില നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ജിറാഫ്, സീബ്ര അതെല്ലാം മിസ്സിംഗ് ആണ്. പക്ഷെ അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ അനിമൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ഹാഫ് ഡേ നമുക്ക് നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ കുറച്ച് നെഗറ്റീവ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സൂ നല്ല ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്സഡ് ഫീലിങ്സുമായിട്ടാണ് ഞാൻ തിരികെ വന്നേക്കുന്നതെന്ന്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഈ കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പല ആൾക്കാരും എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കമൻറ്റ്സ് അയക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നതും പേഴ്സണലായിട്ട് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പേഴ്സണലായിട്ട് അയക്കുന്നത് കൂടാതെ യൂട്യൂബിനകത്തൂടെ നിങ്ങൾ കമൻറ്റ്സ് അയക്കുക. അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും ആ കമൻറ്റ്സും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.